ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി തമ്മിലടിക്കുകയും തോക്ക് ചൂണ്ടി ഭീഷണി മുഴക്കുകയും ചെയ്തു. തൃക്കുന്നപ്പുഴ സ്വദേശി വിഷ്ണുവാണ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയത്. വിഷ്ണുവിന്റെ തലയ്ക്ക് പട്ടിക കൊണ്ടുള്ള അടിയുമേറ്റ് കൂട്ടത്തല്ലിൽ 10ഓളം പേർക്ക് പരിക്കുണ്ട്. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് വലിയ അക്രമത്തിൽ കലാശിച്ചത്. രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഗുരുതരമായ പരിക്ക് 2 പേർക്കുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായുണ്ട്. രഘു, തോക്ക് ചൂണ്ടിയുള്ള അക്രമം, തോക്ക് പിടിച്ചു വാങ്ങി തല അടിച്ച് പൊട്ടിക്കുന്നു. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചില ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നു. ഈ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തൊക്കെ കൂടുതൽ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്? രതീഷ, ഇത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അവിടെ വലിയകുളങ്ങര എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഇന്ന് അശ്വതി മഹോത്സവം വലിയ വിശേഷമുള്ള ഉത്സവമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ്. അവിടുത്തെ ഉത്സവം കാണാൻ വേണ്ടി ഹരിപ്പാട് നിന്നുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ അവിടെ എത്തുകയും അവിടെ ആ ക്ഷേത്രത്തിന് കുറച്ച് മാറിയുള്ള KTDCയുടെ ബിയർ പാർലറിൽ ബിയർ കഴിക്കാൻ വേണ്ടി അവരവിടെ ചെല്ലുകയും ചെയ്തു. ഈ സമയത്ത് ഈ വിഷ്ണു അടക്കമുള്ള പ്രദേശത്തെ ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ആ ബിയർ പാർലറിൽ വെച്ച് ഇരു സംഘങ്ങളും തമ്മിൽ വാക്കേറ്റവുമായി വലിയ രീതിയിലുള്ള അടിയും നടന്നു. ബിയർ പാർലറിന്റെ വാതിൽക്കൽ വെച്ച് ഈ സംഘം ഏറ്റുമുട്ടി. ഇതിന് പിന്നാലെയാണ് അവിടെ അടുത്ത ഈ ഉത്സവത്തിന്റെ ഭാഗമായി കെട്ടുകാഴ്ച ഒരുക്കുന്ന സ്ഥലത്തെത്തി ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരു എയർ ഗണ്ണാണ്. ആ എയർ ഗൺ ഉപയോഗിച്ച് ഇയാള് ഭീഷണിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് വളരെ ക്ലോസ് ആയിട്ടുള്ള റേഞ്ചിൽ വെച്ച് ഷൂട്ട് ചെയ്താൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള എയർ പിസ്റ്റലാണ്. ആ സമയത്താണ് ഈ ഹരിപ്പാട്ട് നിന്നുള്ള സംഘവും ഈ തൃക്കുന്നപ്പുഴ വലിയകുളങ്ങര ഭാഗത്തുള്ള ആളുകളും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. പട്ടിക കഷ്ണം കൊണ്ടുള്ള അടിക്ക് വിഷ്ണുവിന്റെ തലയ്ക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാവരും വണ്ടാനം മെഡിക്കൽ കോളേജിലായിട്ടും ഒപ്പം തന്നെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയ ചില ആളുകൾ ആശുപത്രിയിൽ നിന്ന് മുങ്ങി എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഈ 2 സംഘത്തിലുമുള്ളത്. ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള മുൻവൈരാഗ്യമോ എന്തെങ്കിലും ആയിരിക്കാം ഈ ആക്രമണത്തിലേക്കും നമ്മൾ കാണുന്ന രീതിയിലുള്ള തമ്മിൽ തല്ലിലേക്കും കലാശിച്ചത്.